മലപ്പുറം കുറ്റിപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോർട്ടർക്ക് നേരെ ആക്രമണം. പോർട്ടർ ബഷീർ കോക്കൂരിനാണ് പരിക്കേറ്റത്. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സംഘത്തിലെ ആളാണ് ആക്രമിച്ചതെന്ന് ബഷീർ പറഞ്ഞു. കാലിന് കുത്തേറ്റ ബഷീറിനെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മുബഷീർ പി അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ. മുബഷീർ, യാത്രക്കിടയിലൊക്കെ നമുക്ക് സഹായിയാകുന്ന ഒരാൾക്കാണ് ആക്രമണമേറ്റത്. ഇതവിടെ വരാറുള്ള സ്ഥിരം സംഘമാണോ? എന്താണ്? ബഷീർ തിരിച്ചറിഞ്ഞോ ആളെ? സുജയ, തീർച്ചയായും ആ ഒരു മേഖലയിൽ ഇത്തരം മോഷണങ്ങൾ നടത്തുന്ന ഒരു സംഘമാണ് തനിക്കെതിരെ ആക്രമണം നടത്തിയതെന്ന ഒരു പരാതിയാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിനിരയായ സ്റ്റേഷനിൽ സ്ഥിരമായി പ്രവർത്തിക്കുന്ന പോർട്ടറായ ബഷീർ പോലീസിന് പരാതി നൽകിയിരിക്കുന്നത്. കുറ്റിപ്പുറം പോലീസിലാണ് ഇത്തരം ഒരു പരാതി നൽകിയിരിക്കുന്നത്. ഒരു പരാതിയിൽ വിശദീകരിക്കുന്ന പ്രകാരം കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു ഈ ഒരു കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ബഷീറിന്റെ മൊബൈൽ ഫോൺ ഈ വിധത്തിൽ മോഷണം പോയിരുന്നു. ഈ ഒരു മൊബൈൽ ഫോണിന് വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടയിൽ ആ ഒരു കുറ്റിപ്പുറം സ്റ്റേഷൻ മേഖലയിലൂടെ സ്ഥിരമായി മോഷണം നടന്ന പോക്കറ്റടി സംഘമാണ് തന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചതെന്ന വിവരം ബഷീർ ലഭിച്ചിരുന്നു. തുടർന്ന് ഇത് പോലീസിനോടും അദ്ദേഹം അറിയിച്ചിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും സമാനമായ ഒരു വിവരം തന്നെയായിരുന്നു ഇദ്ദേഹത്തോട് പങ്കുവച്ചിരുന്നത്. തുടർന്ന് കഴിഞ്ഞ ദിവസം ഈ ഒരു പോക്കറ്റടി സംഘത്തെ കണ്ട സമയത്തെ അവരോട് ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായതെന്നാണ് ഇദ്ദേഹം പോലീസിന് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. തന്റെ മൊബൈൽ ഫോണിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്താണ് ഈ ഒരു അക്രമി സംഘം ഈ ഒരു ബഷീറിനെ മർദ്ദിച്ചത്. ഇദ്ദേഹത്തിന്റെ ഇടതുകാലിന്റെ പുറകുഭാഗത്താണ് മർദ്ദനമേറ്റിരിക്കുന്നത്. ഏകദേശം 16ഓളം സ്റ്റിച്ച് ഈ ഒരു മർദ്ദനത്തെ തുടർന്ന് അദ്ദേഹം ആശുപത്രിയിൽ പ്രവേശിച്ച സാഹചര്യത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആശുപത്രി അധികൃതരും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ സമാനമായ രീതിയിൽ ഒരു പോക്കറ്റടി സംഘം ഇത്തരത്തിൽ മറ്റൊരു മോഷണവും നടത്തിയിരുന്നു. ഈ ഒരു വിവരവും പോലീസിനെ ബഷീർ കൈമാറിയിരുന്നു. ഇതിൽ പ്രകോപിതരായ സംഘം അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നാണ് പോലീസും ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ബഷീറിനെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. അദ്ദേഹം നിലവിൽ അവിടെ ചികിത്സയിൽ തുടരുകയാണ്. ബഷീർ വളരെ കൃത്യമായും ഈ ഒരു സംഘം തന്നെയാണ് ആക്രമിച്ചതെന്ന ആ ഒരു പരാതിയിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. പോലീസ് നിലവിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സുജയ. മുബഷീർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.